ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ NRIസിന്റെ KYC രജിസ്ട്രേഷനും അതേപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി 2-3 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആളുകൾ ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പ്രധാനമായി 2 തരം ആളുകളാണുള്ളത്. ചിലർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. ചിലർ മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും നിർബന്ധമായിട്ടും ഓപ്പൺ ചെയ്യേണ്ടതാണ്. അതേപോലെ മറ്റൊരു സംശയം ചോദിക്കുന്നതാണ്, ഞാൻ എൻ്റെ NRI സ്റ്റാറ്റസ് വന്നതിന് ശേഷം ബാങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ആ KYC രജിസ്ട്രേഷനും മ്യൂച്വൽ ഫണ്ടിനോ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിനോ വേണ്ടി ചെയ്യുന്ന KYC രജിസ്ട്രേഷനും രണ്ടും ഡിഫറൻറ്റ് ടൈപ്പാണ്. അതുകൊണ്ട് ബാങ്കിൽ ചെയ്യുന്ന KYC ഇവിടെ വാലിഡേറ്റ് ആകുന്നതല്ല. അതേപോലെ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, NRI അക്കൗണ്ട് വേണോ NRO അക്കൗണ്ട് വേണോ അതോ നാട്ടിലെ അക്കൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ NRI ആയതിനു ശേഷം നിങ്ങളുടെ നാട്ടിലെ സേവിങ് അക്കൗണ്ട് NRO അക്കൗണ്ടിലേക്ക് നിങ്ങൾ മാറ്റേണ്ടതാണ്. അത് നിങ്ങളുടെ തന്നെ കടമയാണ്. പക്ഷേ അതിന് എന്തെങ്കിലും ഫൈൻ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതുവരെ ഫൈൻ വന്ന ആരെയും അറിയില്ല. പക്ഷേ അതാണ് ലീഗൽ പ്രൊസീജിയർ. അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ NRI അക്കൗണ്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ PIS അക്കൗണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യേണ്ടതാണ്. NRI PIS അക്കൗണ്ട് വെച്ചാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അതേസമയം നിങ്ങൾ NRO അക്കൗണ്ട് വെച്ചാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ PIS അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അതേസമയം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NRI അക്കൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അവിടെ PIS അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അതേപോലെ നിങ്ങൾ NRI അക്കൗണ്ടോ NRO അക്കൗണ്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ടാക്സ് ഇംപ്ലിക്കേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ NRI ആണോ എന്നുള്ളതാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഏത് അക്കൗണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതല്ല കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ വന്ന മറ്റൊരു ഡൗട്ടാണ്, നാട്ടിലെ റെസിഡൻറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നതിന് ശേഷം അത് NRO അക്കൗണ്ടായി കൺവേർട്ട് ചെയ്തു. പക്ഷേ സ്റ്റാറ്റസ് ഒന്നും ചെയ്തില്ല. ആ NRO അക്കൗണ്ട് തന്നെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ബ്രോക്കർ പറഞ്ഞു അതിൽ കുഴപ്പമൊന്നുമില്ല, ലീഗലി ഓക്കെ ആണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡൗട്ടും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, KYC അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഫൈൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറൻ്റ്ലി ഫൈൻ ഒന്നും വന്നിട്ട് അറിയില്ല. പക്ഷേ ഫ്യൂച്ചറിൽ എങ്ങനെയാകും എന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോങ് ടൈമിലേക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും ലീഗലായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം പിന്നീട് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വന്നാൽ നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ഈ NRI അക്കൗണ്ട്, PIS അക്കൗണ്ട്, NRO അക്കൗണ്ട്, NRIസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം അക്കൗണ്ടുകളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ് 64-ലും 65-ലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി അത് വാച്ച് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ മെത്തേഡ് വഴി KYC രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കുക. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെയോ അല്ലെങ്കിൽ ബ്രോക്കറുടെയോ അല്ലെങ്കിൽ RTO ഓഫീസോ വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് കോപ്പിയുമായി ചെല്ലുക. അവിടെ നിങ്ങൾക്ക് KYC ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം ഫില്ല് ചെയ്ത് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങളുടെ KYC രജിസ്ട്രേഷനും അതേപോലെ ബ്രോക്കറുടെ ഓഫീസിലാണ് പോകുന്നതെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ NRIസിൻ്റെ കേസിൽ മോസ്റ്റ് ഓഫ് ദ കൺട്രീസിലും ഈ ബ്രോക്കേഴ്സിൻ്റെ ഓഫീസുകൾ ഉണ്ടാകില്ല. അതേപോലെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒന്നും ബ്രാഞ്ചസ് ഇന്ത്യക്ക് വെളിയിലില്ല. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ മെത്തേഡ് തന്നെയാണ്. ബ്രോക്കറുടെ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സുകളൊക്കെ നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതാണ്. അതാണ് NRIs ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. പക്ഷേ എന്നിരുന്നാലും നോട്ടറി അറ്റസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കൺട്രിയിൽ നിന്ന് നോട്ടറി അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു നോട്ടറി അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലോ പോയിട്ട് നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അറ്റസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ട സ്റ്റാമ്പിൻ്റെ ഫോർമാറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഡീറ്റെയിൽ അറ്റസ്റ്റ് ചെയ്യുന്ന സ്റ്റാമ്പിൽ ഉണ്ടാകേണ്ടതാണ്. കോൺസുലേറ്റിലും എംബസിയിലൊക്കെ പോയി നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ചിലരുടെ ഡോക്യുമെൻറ്റ്സുകൾ റിജക്റ്റ് ആയിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ചെയ്യുന്നത് വെരിഫൈഡ് എന്ന് പറഞ്ഞൊരു റൗണ്ട് സ്റ്റാമ്പാണ് ചെയ്യുന്നത്. അവിടെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ മെത്തേഡ് ഓൺലൈൻ മെത്തേഡാണ്. കറൻ്റ്ലി ഫയേഴ്സിൽ മാത്രമേ ഓൺലൈൻ മെത്തേഡ് ഉള്ളൂ. ബാക്കി എല്ലാവരും ഓഫ്ലൈൻ മെത്തേഡാണ്. സിറോദയിലും ഓൾമോസ്റ്റ് ഓൺലൈൻ മെത്തേഡ് ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ഡോക്യുമെൻറ്റ് നോട്ടറി അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്. ഫയേഴ്സിൽ മാത്രമാണ് കറൻ്റ്ലി നോട്ടറി അറ്റസ്റ്റേഷൻ ആവശ്യമില്ലാത്തത്. അതേപോലെ മ്യൂച്വൽ ഫണ്ട് സർവീസുകൾ മാത്രം കൊടുക്കുന്ന ചില ആപ്ലിക്കേഷൻസും കമ്പനികളും ഉണ്ട്. പക്ഷേ അവരുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. അതേപോലെ NRIs ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഫോറിൻ അഡ്രസ് പ്രൂഫ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്ക് ഒരു റെസിഡൻഷ്യൽ അഡ്രസ് കൊടുക്കാൻ യൂട്ടിലിറ്റി ബില്ലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബില്ലോ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളൊന്നും അവൈലബിൾ അല്ല. അങ്ങനെയുള്ള കേസിൽ നിങ്ങളുടെ ഫോറിൻ ബാങ്കിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു റെസിഡൻഷ്യൽ അഡ്രസ് മെൻഷൻ ചെയ്ത് നിങ്ങൾ വാങ്ങുക. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഫോറിൻ അഡ്രസ് പ്രൂഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ 2024 ഏപ്രിൽ 1 മുതൽ മറ്റൊരു ചേഞ്ച് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ അഡ്രസ് പ്രൂഫായിട്ട് സോഴ്സ് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്ന അഡ്രസ് പ്രൂഫ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം കൂടി വന്നിരുന്നു. അതായത് സോഴ്സ് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ആധാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റീഡബിൾ QR കോഡുള്ള മാസ്ക്ഡ് ഈ ആധാറാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ 1 വർഷം കൂടി അതിന് റിലാക്സേഷൻ തന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി നിങ്ങൾ പുതുതായിട്ട് ഇപ്പോൾ KYC രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് QR കോഡുള്ള ഈ ആധാർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യൻ അഡ്രസ് പ്രൂഫായിട്ട് ഈ ആധാർ തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ NRIസിന് എങ്ങനെയൊക്കെ KYC രജിസ്റ്റർ ചെയ്യാമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ചുരുക്കത്തിൽ പറയാം. നിങ്ങൾക്ക് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ബ്രോക്കർ വഴി ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യേണ്ടതാണ്. ബ്രോക്കറുടെ ഓഫീസ് വിസിറ്റ് ചെയ്തോ ഓഫ്ലൈൻ മെത്തേഡോ അല്ലെങ്കിൽ ഫയേഴ്സ് വഴിയാണെങ്കിൽ ഓൺലൈൻ മെത്തേഡായിട്ടോ നിങ്ങൾക്ക് KYC രജിസ്ട്രേഷനും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഓഫീസ് വിസിറ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്നും KYC ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അതോടൊപ്പം നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെന്റുകൾ കൂടി മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഓഫീസിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഫുൾ ടൈം ബ്രോക്കേഴ്സിന്റെ ഓഫീസ് വിസിറ്റ് ചെയ്തോ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫുൾ ടൈം ബ്രോക്കേഴ്സും നിങ്ങൾക്ക് റെഗുലർ മ്യൂച്വൽ ഫണ്ട് പ്ലാനുകളാണ് പ്രൊവൈഡ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് ബ്രോക്കേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ സിറോദയും ഫയേഴ്സും പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വഴിയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിലും നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ടൈം വിഷനോട് കൂടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെറിയൊരു ലാഭത്തിന് വേണ്ടി നിങ്ങൾ ലീഗലല്ലാതെ ചെയ്യരുത്. അറ്റ് പ്രസന്റ്ലി ചിലപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. ഫ്യൂച്ചറിലെ കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ എമൗണ്ട് ആണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് കൃത്യമായി ലീഗലായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ NRI സ്പെഷ്യൽ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോവുക. അവിടെ NRI ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ഓരോ എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സുകൾ തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.